ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പുഷ്പ 2 ദി റൂൾ എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളല്ല, നേരെ വീട്ടിലേക്ക് വരാം. ചിത്രം ഇതുവരെ OTT റിലീസ് ചെയ്യാത്തത് കൊണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലുകളൊന്നും ഈ വീഡിയോയിലൂടെ പറയുന്നില്ല. പകരം ചിത്രത്തിൽ എടുത്തു പറയണമെന്ന് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക. ആദ്യം തന്നെ ചിത്രത്തിന്റെ ടൈറ്റിൽ ഡിസൈൻ ഒന്ന് നോക്കുകയാണെങ്കിൽ ആദ്യ ചിത്രത്തിലേതുപോലെ തന്നെ പുഷ്പ എന്ന പേര് എഴുതി കാണിക്കുന്നത് ആ ഫയർ കൊണ്ടും രക്താന്തരത്തിന്റെ ഡിസൈൻ കൊണ്ടുമെല്ലാമാണ്. എന്നാൽ ഇതുകൂടാതെ ഇവിടെ വന്നിരിക്കുന്ന ആ 2 എന്ന അക്കത്തിന്റെ ചുറ്റിനുമായി ഒരു ഗോൾഡിന്റെ ബോർഡർ ഉള്ളതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ 2 എന്ന ആ അക്കത്തെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന് കാരണം ആദ്യ ചിത്രത്തിൽ പുഷ്പ എന്ന ആ ക്യാരക്ടറിന്റെ വളർച്ചയാണ് കാണിച്ചിരുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയരത്തിലേക്ക് എത്തുന്നതാണ് കാണിച്ചിരുന്നതെങ്കിൽ ഇവിടെ ആ ഒരു അധികാരത്തോടെ എല്ലാം ഭരിക്കുന്നതായിട്ട് അയാളുടെ ജീവിതം വളരെ കളർഫുള്ളായി സന്തോഷകരമായി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ഇതുകൊണ്ടാണ് അയാളുടെ ആ ജീവിതത്തെ സൂചിപ്പിക്കുന്ന പോലെ വളരെ കളർഫുൾ ആയിട്ടും അയാളുടെ പണത്തെയും സ്വർണത്തെയും എല്ലാം സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഗോൾഡിന്റെ ബോർഡറും കൊടുത്തുകൊണ്ട് 2 എന്ന അക്കം എഴുതി കാണിച്ചത്. കൂടാതെ ആദ്യ ചിത്രത്തിലേതുപോലെ തന്നെ ഈ ചിത്രത്തിലും പേരെഴുതി കാണിച്ചിരിക്കുന്ന അതേ നിറത്തിൽ തന്നെയാണ്, ആ ഒരു ടൈറ്റിൽ ഡിസൈനിലെ നിറത്തിൽ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ക്യാരക്ടേഴ്സിന്റെയും ക്രൂ മെമ്പേഴ്സിന്റെയും എല്ലാം പേരുകളും മറ്റും എഴുതി കാണിക്കുന്നത്. ശേഷം ജപ്പാനിലെ ആ കഥ കാണിച്ചുകൊണ്ട് ചിത്രം തുടങ്ങുമ്പോൾ അവിടെ പുഷ്പ വന്നിറങ്ങുന്ന ആ കണ്ടെയ്നറിൽ പുഷ്പ എന്ന പേര് തല തിരിച്ച് എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. പിന്നീട് ഇത് വെള്ളത്തിലെ റിഫ്ലക്ഷനിലൂടെയാണ് പുഷ്പ എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് എടുത്തു തന്നെ കാണിക്കുന്നത്. എന്നാൽ ഇവിടെ പുഷ്പ എന്ന വാക്ക് തലതിരിച്ച് എഴുതുന്ന സമയത്ത് ആ S എന്നുള്ള അക്ഷരം 2 എന്ന പോലെയാണ് കാണാനായി സാധിക്കുന്നത്. സോ അതിങ്ങനെ പുഷ്പ 2 എന്നതിനെ സൂചിപ്പിക്കുന്ന രീതിയിലാകാം ഇങ്ങനെ കാണിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. മറ്റൊന്ന്, ചിത്രത്തിൽ പുഷ്പ എന്ന ആ ബ്രാൻഡിനെ സൂചിപ്പിക്കുന്നത് പോലെ ഒരു കൈയുടെ ലോഗോ എല്ലായിടവും കാണിക്കുന്നുണ്ട്. പുഷ്പ ഇടുന്ന ഡ്രസ്സുകളിലാണെങ്കിലും വണ്ടിയിലാണെങ്കിലും അവരെ മറ്റുള്ള നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇടുന്ന മാസ്കിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ലോഗോ നമുക്ക് കാണാം. എന്നാൽ ഇതുകൂടാതെ ഈ ബ്രാൻഡിനെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു X പോലെയുള്ള ലോഗോ. ഈ ലോഗോ തന്നെ നമുക്ക് പുഷ്പയുടെ വണ്ടിയിലും പുഷ്പ ഉപയോഗിക്കുന്ന കോടാലിയിലും വരെ കാണാം. എന്നാലും സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അതൊരു വെറും X അല്ല, പകരം 2 കൈക്കോടാലികൾ ക്രോസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ആ ലോഗോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. സോ പുഷ്പയുടെ ആ രക്തചന്ദനം ബിസിനസിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള കൈക്കോടാലികൾ തന്നെയാണ് അവിടെ ആ ലോഗോയായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ആ കൈക്കോടാലികൾക്ക് ചുറ്റുമായി ഒരു തീ പോലെയുള്ള സിമ്പലും കൊടുത്തിട്ടുണ്ട്. ഇത് പുഷ്പ എന്ന ആ ക്യാരക്ടറിനെ ഫയർ എന്നും വൈൽഡ് ഫയർ എന്നുമെല്ലാം സൂചിപ്പിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ്. അതുപോലെ സിനിമയിലെ ആ രക്താന്തരം എന്ന കാര്യത്തെ അല്ലെങ്കിൽ ആ ഒരു നിറത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ പല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പാട്ടുകളും മറ്റും നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു കളർ യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതുകൂടാതെ ചിത്രത്തിൽ സിൻഡിക്കേറ്റിലെ ഒരു മെമ്പർ മരണപ്പെടുന്ന സമയത്ത് അയാളെ ദഹിപ്പിക്കാനായി ഉപയോഗിക്കുന്നത് പോലും ഈ രക്തചന്ദനമാണെന്ന് കാണാം. അതോടൊപ്പം തന്നെ പലർക്കും കൈക്കൂലിയും മറ്റും കൊടുക്കാനായി സോഫകളും മറ്റും ഉപയോഗിക്കുമ്പോൾ ആ സോഫ നിർമ്മിച്ചിരിക്കുന്നതും രക്താന്തരം കൊണ്ടാണെന്നും ഇതുകൂടാതെ ആ സോഫയുടെ കുഷ്യന്റെ നിറം പോലും ഏകദേശം ആ രക്താന്തരത്തോട് മാച്ച് ആകുന്ന രീതിയിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നതെന്നും കാണാം. അടുത്തത്, സിനിമയുടെ ടൈറ്റിൽ ഡിസൈനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ നിന്ന് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് എത്തിയ സമയത്ത് ആ ടൈറ്റിൽ ഡിസൈനിൽ ബാക്ക്ഗ്രൗണ്ടിലായി കുറച്ച് വ്യത്യാസം വന്നിരുന്നു. അതായത് ഒന്നാമത്തെ ചിത്രത്തിലെ ടൈറ്റിൽ ഡിസൈനിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ഈ ചിത്രത്തിൽ ബാക്ക്ഗ്രൗണ്ടിലായി ആ തടിയെ സൂചിപ്പിക്കുന്ന രക്താന്തരത്തെ സൂചിപ്പിക്കുന്ന പോലുള്ള ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നതായും അതൊരു റെഡിഷ് കളറിൽ കൊടുത്തിരിക്കുന്നതായിട്ടുമാണ് കാണുന്നത്. എന്നാൽ ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിൽ പുഷ്പ 3 ദ റാംപേജ് എന്ന് എഴുതി കാണിക്കുന്ന സമയത്ത് അത് ചുവപ്പ് നിറമൊന്നുമല്ല, പകരം ബ്ലാക്ക് ആയിട്ട് കുറച്ചുകൂടി ഒരു ഇരുണ്ട നിറത്തിലാണ് കാണിച്ചിരിക്കുന്നതെന്ന് കാണാം. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെ ചിത്രത്തിൽ നിന്നും രണ്ടാമത്തെ ചിത്രത്തിലേക്ക് എത്തിയ സമയത്ത് പുഷ്പയുടെ ജീവിതം അത്രയും കളർഫുൾ ആയതുകൊണ്ടാണ് പേരെല്ലാം ആ രീതി എഴുതി കാണിച്ചിരുന്നതെന്ന്. സോ മൂന്നാമത്തെ ചിത്രത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ 3 എന്ന അക്കം എഴുതി കാണിക്കുന്നതും ചുവപ്പ് നിറം കൊണ്ടാണെന്നും കൂടാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കറുത്ത നിറത്തിൽ തടിയുടെ രൂപം കാണിച്ചിരിക്കുന്നത് കൊണ്ട് മൂന്നാമത്തെ ചിത്രത്തിൽ പുഷ്പയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ടെന്നും അതിലൂടെ ഈ കളർഫുൾ ആയിരുന്ന ജീവിതം കുറച്ചുകൂടി ഡാർക്കായി മാറാൻ സാധ്യതയുണ്ടെന്നും ഒരുപാട് വയലൻസ് എല്ലാം ആ ചിത്രത്തിൽ ഉണ്ടാകാമെന്നും സൂചിപ്പിക്കുന്നത് പോലെയാണ് ആ 3 നക്കം 2നെ അപേക്ഷിച്ച് ആ ഗോൾഡ് കവറിംഗ് ഒന്നുമില്ലാതെ ചുവപ്പ് നിറത്തിൽ മാത്രം എഴുതി കാണിച്ചതും ബാക്ക്ഗ്രൗണ്ടിലെ തടിയുടെ കളർ കുറച്ചുകൂടി ഡാർക്കാക്കി മാറ്റിയതും. ഈ പുഷ്പ 2 എന്ന ചിത്രത്തിലെ തുടക്കത്തിൽ കാണിക്കുന്ന ആ ജപ്പാനിലെ സീൻ ഒരാവശ്യവുമില്ലാതെ കുത്തിക്കയറ്റിയത് പോലെയാണ് എനിക്ക് ആദ്യം തോന്നിയത്. എന്നാൽ ചിത്രം വീണ്ടും കണ്ടതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീൻ ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണിച്ചതെന്ന് മനസ്സിലായത്.
അതായത് ഈ പുഷ്പ 1 എന്ന ചിത്രവും 2 എന്ന ചിത്രവും പല സീനുകളിലും ഒരുപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നാം ചിത്രം തുടങ്ങുന്നത് തന്നെ ജപ്പാനിൽ നിന്നാണ്. ജപ്പാനിലെ ഒരു വിവാഹത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും അവിടെ നിന്ന് പുറകിലേക്ക് രക്തചന്ദനം വഴിയിലൂടെ പോയി ഇന്ത്യയിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. സോ ഈ രീതിയിൽ തന്നെ ചിത്രം തുടങ്ങുന്ന രീതിയിലാണ് ഈ രണ്ടാമത്തെ ചിത്രത്തിലും ഒരു ജപ്പാൻ സീനിലൂടെ തന്നെ ചിത്രം തുടങ്ങിയത്. കൂടാതെ ഇതിനുശേഷം ഇന്ത്യയിലെ സീൻ കാണിക്കുമ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ പുഷ്പയെ പോലീസുകാർ പിടിക്കുന്നതായും അവർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് പുഷ്പ അവിടെ നിന്നും രക്ഷപ്പെടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ ഈ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരികയാണെങ്കിലും ഇന്ത്യയിലെ പുഷ്പയുടെ ആദ്യ സീൻ കാണിക്കുമ്പോഴും ഇതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ട് പോലീസുകാരെ വിലക്കെടുക്കുന്നതായി, കൈക്കൂലി കൊടുത്ത് വിലക്കെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. രണ്ട് സ്ഥലത്തും പുഷ്പയോ അല്ലെങ്കിൽ പുഷ്പയുടെ കൂടെയുള്ളവരെയോ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പോലീസുകാർ ആദ്യമെല്ലാം എതിർത്ത് നിൽക്കുന്നതായും പിന്നീട് പുഷ്പ പൈസ കൊടുത്ത് അവരെ വിലക്കെടുക്കുന്നതായും കാണിക്കുന്നു. ഇതിനുശേഷം വരുന്ന സീനിലാണ് ചിത്രത്തിന്റെ പേരെഴുതി കാണിക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ ആ ഒരു സീനിന് ശേഷം ഉടൻ തന്നെ എഴുതി കാണിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൽ ഇതിനുശേഷം വരുന്ന പാട്ടിന് ശേഷം അവസാനമാണ് പേരെഴുതി കാണിക്കുന്നതെന്ന് വ്യത്യാസം മാത്രം. ഇതുകൂടാതെ രണ്ട് ചിത്രത്തിലും ഡാമുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ ഡാം അടച്ചുകൊണ്ട് ആ തടികൾ അവിടെ സംരക്ഷിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൽ ആ തടികൾ കൊണ്ടുപോകുമ്പോൾ ഡാം തുറന്നുവിട്ട് പുറകെ വരുന്ന പോലീസുകാരെ തടയുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ ഈ രണ്ട് ചിത്രങ്ങളും അവസാനിക്കുന്നത് ഒരു കല്യാണ സീനിലൂടെയാണ്. ആദ്യത്തേതിൽ പുഷ്പയും ശ്രീവള്ളിക്കെട്ടുമായിട്ടുള്ള കല്യാണമായിരുന്നുവെങ്കിൽ ഇവിടെ പുഷ്പയുടെ സഹോദരിയുടെ കല്യാണമാണെന്ന് മാത്രം. ആ കല്യാണ സീനിൽ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ മോശമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നതായും കാണാം. ആദ്യത്തേതിൽ പുഷ്പയും ശ്രീവള്ളിക്കെട്ടുമായിട്ടുള്ള കല്യാണം നടക്കാനായി പോകുമ്പോഴാണ് അതുവരെ ഒത്തുപോയിരുന്ന പുഷ്പയും ബൽവാർ സിംഗ് ഷിഖാവത്തുമായി തെറ്റുന്നതായും അവിടെ പോരാട്ടം തുടങ്ങാൻ പോകുന്നതായിട്ടും കാണിക്കുന്നത്. ഇവിടെ അതുവരെ പിണങ്ങിക്കഴിഞ്ഞിരുന്ന പുഷ്പയും ചേട്ടനുമെല്ലാം ഒന്നായതിനു ശേഷം പെട്ടെന്ന് ഒരാൾ അവിടെ വന്നുകൊണ്ട് അവരെയെല്ലാം തകർക്കുന്നതായും അവരെല്ലാം കൊന്നുകളഞ്ഞു എന്നുള്ള രീതിയിലും കാണിക്കുന്നു. ഇതുകൂടാതെ രണ്ട് ചിത്രങ്ങളിലും പുഷ്പയുടെ ഡ്രസ്സിങ്ങിൽ പോലും അവർ ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെ തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ചിത്രത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് പുഷ്പ ആ സിൻഡിക്കേറ്റിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് പൂക്കളെല്ലാം ഉള്ളതുപോലെയുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം ധരിക്കുന്നതായി കാണിച്ചിരിക്കുന്നത്. അതുവരെ വളരെ നോർമൽ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഈ ഒരു ക്യാരക്ടർ ധരിച്ചിരുന്നത്. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തുടക്കം മുതൽ തന്നെ ഇത്തരം കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നതായും എന്നാൽ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ സഹോദരിയെ രക്ഷിക്കാൻ പോകുന്ന ആ സീനിൽ അതുവരെ ഇട്ടിരുന്ന എംബ്രോയിഡറി എല്ലാം ചെയ്ത വളരെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളിൽ നിന്നും വ്യത്യസ്തമായി ഒന്നാമത്തെ സിനിമയിലെ തുടക്കത്തിലെല്ലാം കാണിക്കുന്നത് പോലെയുള്ള ഒറ്റ നിറത്തിലുള്ള ഒരു വേഷമാണ് അയാൾ ധരിക്കുന്നതെന്ന് കാണിക്കുന്നു. അതുപോലെ ഒന്നാമത്തെ സിനിമയിൽ വണ്ടിയിൽ ഇവരെ കയറ്റാത്തതിന്റെ ദേഷ്യത്തിൽ പുഷ്പ അപ്പോൾ തന്നെ വാൻ പോയി വാങ്ങുന്നത് പോലെ ഈ ചിത്രത്തിൽ ഇവർ വന്ന വണ്ടിയെ കളിയാക്കുന്നതിന് പകരമായി ഒരു ഹെലികോപ്റ്റർ തന്നെ വാങ്ങുന്നതായി കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ രണ്ട് ചിത്രത്തിലും പുഷ്പ എന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ സീൻ ചിത്രത്തിൽ എപ്പോൾ സംഭവിക്കുന്നതാണെന്ന്, ഏത് ടൈമിലാണ് നടക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ ചിത്രത്തിൽ പുഷ്പയെ ആ പോലീസുകാർ ചന്ദനവുമായി പിടിക്കുകയും പുഷ്പ അവർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിനുശേഷമാണ് പുഷ്പയുടെ ഫ്ലാഷ് ബാക്കുകളെല്ലാം കാണിച്ച് കഥ തുടങ്ങുന്നത്. സോ ഈ സീനിലുള്ള പുഷ്പയുടെ വേഷം വെച്ച് നോക്കുകയാണെങ്കിൽ പുഷ്പ സിൻഡിക്കേറ്റിന്റെ പ്രസിഡന്റ് ആകുന്നതിന് മുന്നേ ഉള്ള ഒരു സീനാണിതെന്ന് കാണാം. എന്നാൽ ഏത് സമയത്താണ്, എപ്പോഴാണ് ഈ ഒരു കാര്യം നടന്നതെന്ന് ചിത്രത്തിൽ എവിടെയും പറഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ രണ്ടാമത്തെ ചിത്രത്തിലും പുഷ്പയെ കാണിച്ചിരിക്കുന്ന ഈ സീൻ എപ്പോൾ നടന്നതാണെന്ന് വ്യക്തമാകാതെ പോയിരിക്കുന്നത്. എന്നിരുന്നാലും അവിടെയുള്ള പുഷ്പയുടെ വേഷം വെച്ച് നോക്കുന്ന സമയത്ത് പുഷ്പ പഴയ വേഷത്തിലേക്ക് പോയിരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. എന്നാൽ പുഷ്പ അവിടെ പറയുന്നത് ഞാൻ ലോഡുകൾ അയക്കുന്നുണ്ട്, എന്നാൽ എന്റെ പണം വരുന്നില്ല എന്നാണ്. അതിനർത്ഥം പുഷ്പ സിൻഡിക്കേറ്റിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ഈ രണ്ടാമത്തെ സിനിമയ്ക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു സീനാണെന്ന് ഉറപ്പാണ്. സോ അതുകൊണ്ട് തന്നെ ഈ കാണിച്ചിരിക്കുന്ന സീനുകളെല്ലാം തന്നെ മിക്കവാറും അടുത്ത വരുന്ന പുഷ്പ ദി റാംപേജ് എന്ന ചിത്രത്തിൽ നമുക്ക് കാണാൻ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന സീനുകൾ കാണാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ഇവിടെ പുഷ്പയെ ഇങ്ങനെ ഈ പഴയ വേഷത്തിലേക്ക് കാണിച്ചിരിക്കുന്നത് ഈ രണ്ടാമത്തെ ചിത്രത്തിന്റെ അവസാനം അവിടെ ആരോ ബോംബ് വെച്ചുകൊണ്ട് ഇവരെല്ലാം തകർത്തതിന് ശേഷം പുഷ്പ വീണ്ടും ഒരുപക്ഷെ പഴയ അവസ്ഥയിലേക്ക് പോകേണ്ടതുപോലെ വരുന്നത് കൊണ്ടാകാം. പൂർണ്ണമായും എല്ലാം നശിച്ചുകൊണ്ട് പഴയതുപോലെ കൂലിക്ക് പോകേണ്ടി വരുമെന്നല്ല, പകരം പുഷ്പ അപ്പോഴും വലിയ നിലയിൽ തന്നെയാണ്. എന്നിരുന്നാലും എന്തെല്ലാമോ കാരണം കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങളും മറ്റും വന്നതുകൊണ്ട് പുഷ്പയ്ക്ക് വീണ്ടും ഈ ഒരു വേഷം ധരിക്കേണ്ടതായി വരുന്നു എന്നായിരിക്കാം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യമാണ് ആരാണ് സിനിമയുടെ അവസാനം ആ ബോംബ് വെച്ചിരിക്കുന്ന, മുഖം കാണിക്കാതെ പോയിട്ടുള്ള ആ വില്ലൻ എന്ന്. ചിത്രം വീണ്ടും കണ്ടതിനു ശേഷം അവിടെ വന്ന് ബോംബ് പൊട്ടിക്കുന്ന ആളുടെ വലത് കൈ പൊള്ളിയിരിപ്പുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് മിക്കവാറും ബൽവാർ സിംഗ് ഷിഖാവത്ത് തന്നെ ആകാമെന്നും
ആ രക്താന്തരമെല്ലാം തീയിട്ട് നശിപ്പിച്ച് താൻ അവിടെ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷവും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടുവെന്നും എല്ലാവരെയും താൻ മരണപ്പെട്ടു എന്ന് കാണിച്ചതിന് ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടുവെന്നും അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും മനസ്സിലാക്കാം. കൂടാതെ ഈ സീനിൽ ആ ബോംബ് വെച്ചിരിക്കുന്നത് ഒരു ബൊക്കയുടെ ഉള്ളിലായിട്ടാണ് കാണിക്കുന്നത്. ഈ ബൊക്ക ഉണ്ടാക്കിയിരിക്കുന്നത് പൂക്കൾ കൊണ്ടാണ്. സോ പൂക്കൾ അഥവാ ഫ്ലവർ എന്നത് രണ്ട് ചിത്രങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പുഷ്പ ഫ്ലവർ അല്ല ഫയർ ആണെന്ന് പറയുന്നത്. ഈ ഒരു കാര്യം തന്നെ ഈ ചിത്രത്തിലും പുഷ്പ ബൽവാർ സിംഗ് ഷെഖാവത്തിന് ഒരു ഫ്ലവർ കൊടുത്തുകൊണ്ട് താൻ വെറും പൂവാണ് എന്നെല്ലാം പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആ പൂവിന്റെ ഇടയിൽ തന്നെ ബോംബ് വെച്ചുകൊണ്ട് ആ പൂ ബൽവാർ സിംഗ് ഷെഖാവത്ത് ഫയർ ആക്കി മാറ്റുന്നതാണ് അവിടെ കാണിക്കുന്നത്. കൂടാതെ ആ ബോംബ് ഇരിക്കുന്നത് പോലും കൃത്യമായി കുറെ വെള്ളപ്പൂക്കളുടെ നടുക്കാണ്. ഇത്തരമൊരു വെള്ളപ്പൂ തന്നെയാണ് പുഷ്പ ബൽവാർ സിംഗ് ഷെഖാവത്തിനെ കളിയാക്കിക്കൊണ്ട് കൊടുക്കുന്നതും. സോ അത്തരത്തിൽ തന്നെയാണ് ബൽവാർ സിംഗ് ഷെഖാവത്ത് തിരിച്ച് പുഷ്പയ്ക്കിട്ട് പണി കൊടുക്കുന്നതായും അവിടെ കാണിച്ചത്. ഇതുകൂടാതെ ആ ഒരു ക്യാരക്ടർ അവിടെ നിൽക്കുന്ന സമയത്ത് അയാളുടെ പുറകിലായി പുഷ്പ ധരിക്കുന്നത് പോലെ തിളക്കമുള്ള എംബ്രോയിഡറി എല്ലാം ഉള്ളതുപോലെയുള്ള ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നതായി കാണാം. ആ ഡിസൈൻ ഒന്ന് നോക്കുകയാണെങ്കിൽ അതൊരു തലയോട്ടിയുടെ ഡിസൈൻ ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഈ തലയോട്ടിയുടെ ഡിസൈനിൽ തന്നെയാണ് ആ ബോംബുകളും അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. സോ അയാൾ ഡെത്താണ്, മരണമാണ്, ഓൾറെഡി തന്നെ മരണപ്പെട്ടു എന്ന് മറ്റുള്ളവരെ കാണിച്ച് തിരിച്ചു വരുന്നു എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ടാകാം ബൽവാർ സിംഗ് ഷെഖാവത്ത് ഇങ്ങനെയുള്ള ഒരു സ്കൾ തന്നെ തന്റെ ലോഗോയായിട്ടും ആ ബോംബായിട്ടും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. സിനിമയിലെ തന്നെ മറ്റൊരു പ്രധാന സീനായിരുന്നു പുഷ്പ ബൽവാർ സിംഗ് ഷെഖാവത്തിനോട് സോറി പറയുന്നതും പിന്നീട് വന്ന് ദേഷ്യപ്പെട്ട് അയാളെ ഇടിച്ച് വെള്ളത്തിലിടുന്നതായി കാണിക്കുന്നതും. സോ ഈ സീനിനിടയിൽ തന്നെ മനോഹരമായിട്ടുള്ള മറ്റൊരു കാര്യം കാണിച്ചിട്ടുണ്ട്. അതായത് പുഷ്പ ബൽവാർ സിംഗ് ഷെഖാവത്തിനെ ചീത്ത വിളിക്കാനായി പോകുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന കുറച്ച് പെൺകുട്ടികളോട് സോറി സോറി എന്ന് പറയുന്നുണ്ട്. സോ ഇങ്ങനെ ഇവിടെ കാണിച്ചിരിക്കുന്നത് പുഷ്പയ്ക്ക് ബൽവാർ സിംഗ് ഷെഖാവത്തിനോട് സോറി പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾ മോശക്കാരനായതുകൊണ്ട് അയാളോട് സോറി പറയില്ല, സമ്മതിച്ചു കൊടുക്കില്ല. എന്നിരുന്നാൽ പോലും താൻ ചെയ്ത തെറ്റിന് മറ്റുള്ളവരോട് സോറി പറയുന്നതിന് അയാൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുകൂടി കാണിക്കുന്ന വിധത്തിലാണ് പെൺകുട്ടികളോട് സോറി പറയുന്നതും എന്നാൽ ബൽവാർ സിംഗ് ഷെഖാവത്തിനോട് സോറി പറഞ്ഞതിൽ ദേഷ്യപ്പെടുന്നതായി കാണിക്കുന്നതും. സോ ഈ ഒരു സീനിലൂടെ തന്നെ ആ ഒരു ക്യാരക്ടറിന് മറ്റുള്ളവരോട് സോറി പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഇയാളോട് പറയുന്നത് മാത്രമാണ് കുഴപ്പമെന്ന് വ്യക്തമായി തന്നെ കാണിച്ചിട്ടുണ്ട്. അവസാനത്തേത് ബൽവാർ സിംഗ് ഷെഖാവത്ത് ആ ബോംബ് അവിടെ പൊട്ടിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ ആരെല്ലാം അവിടെ മരണപ്പെട്ടിരിക്കാം എന്നൊരു കാര്യമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ പുഷ്പ 2 എന്ന പേര് പോലെ കളർഫുൾ ആയിട്ടല്ല പുഷ്പ 3 എന്ന പേര് എഴുതി കാണിച്ചിരിക്കുന്നതെന്നും കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കാണിച്ചിരിക്കുന്നതെന്നും അതുപോലെ തന്നെ പുഷ്പ ജപ്പാനിലേക്ക് എത്തുന്ന സമയത്ത് പഴയ വേഷത്തിൽ, ഇപ്പോഴുള്ള ആ ഒരു ഡ്രസ്സൊന്നുമല്ല, കുറച്ചുകൂടി പഴയ വേഷത്തിലാണ് എത്തിയിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ പുഷ്പ 3 എന്ന ചിത്രത്തിൽ പുഷ്പയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ അവസാനത്തെ ആ ബോംബ് സ്ഫോടനത്തിൽ പുഷ്പയ്ക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമെല്ലാം മരിച്ചിരിക്കാം. എന്നാൽ അത് ശ്രീവല്ലിയാകാൻ ചാൻസ് ഇല്ല. ആ ക്യാരക്ടറിന്റെ ബോറടിപ്പിക്കൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടറിനെ അവിടെ പ്രഗ്നന്റ് ആയ രീതിയിൽ കാണിച്ചിരിക്കുന്നത് കൊണ്ട് അടുത്ത ചിത്രത്തിൽ തീർച്ചയായിട്ടും പുഷ്പയ്ക്ക് കുട്ടിയുള്ളത് കാണിക്കാനും ആ കുട്ടിയെ മറ്റുള്ളവർ ഉപദ്രവിക്കാൻ വരുന്നതായിട്ട്, വില്ലന്മാർ ഉപദ്രവിക്കാൻ വരുന്നതെല്ലാം കാണിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ശ്രീവല്ലിക്കോ കുട്ടിക്കോ ഒന്നും കുഴപ്പമുണ്ടാകാൻ ചാൻസ് ഇല്ല. എന്നാൽ പുഷ്പയ്ക്ക് വേണ്ടപ്പെട്ടിട്ടുള്ള ഒരുപക്ഷെ അമ്മ മരിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പുഷ്പ ഇപ്പോൾ അടുത്തിരിക്കുന്ന ചേട്ടനും മരണപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഒരുപാട് ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്, അകന്നു കഴിയുന്ന രണ്ടുപേർ ഒരുമിച്ചതിന് ശേഷം പെട്ടെന്ന് അതിലൊരാൾക്ക് മരണം സംഭവിക്കുന്നതായും മറ്റൊരാളെ അത് ഒരുപാട് വേദനിപ്പിക്കുന്നതായും. സോ ഇത്തരത്തിൽ പുഷ്പയും ചേട്ടനുമായി ഇത്രയും നാൾ അകന്നു കഴിഞ്ഞിരുന്ന് ഇപ്പോൾ അവർ ഒരുമിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ പുഷ്പയുടെ ചേട്ടന് എന്തെങ്കിലും സംഭവിക്കാനും അത് പുഷ്പയിൽ ഒരുപാട് ദുഃഖമുണ്ടാക്കാനും എല്ലാം ചാൻസ് ഉള്ളതാണ്. കൂടാതെ പുഷ്പയ്ക്ക് വേണ്ടപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കൾ മരണപ്പെടുന്നതായി വരാനും ചാൻസ് ഉണ്ട്. ഏറ്റവും അടുത്തിട്ടുള്ള ഈ ഒരു സുഹൃത്ത് ഈ ഒരു സീനിൽ മരണപ്പെടാൻ ചാൻസ് ഇല്ല, പകരം ഇനി വരുന്ന ചിത്രത്തിൽ എപ്പോഴെങ്കിലും അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും പുഷ്പയ്ക്ക് കൂടെയുള്ളവർ വേദനിക്കുന്നത്, അത് തന്റെ കൂടെയുള്ള തൊഴിലാളികളാണെങ്കിൽ പോലും അവർക്ക് വേദനിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് പുഷ്പയുമായി ഈ ഒരു കല്യാണ ചടങ്ങിൽ വന്നിരുന്ന പുഷ്പയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ആരെങ്കിലുമെല്ലാം മരണപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങളെല്ലാം പുഷ്പയിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഇതിനെല്ലാം പ്രതികാരമായി പുഷ്പ ബൽവാർ സിംഗിനെയും മറ്റുള്ളവരെയും എല്ലാം ഉപദ്രവിക്കാൻ പോകുന്നതും തിരിച്ച് അവർ എതിർക്കുന്നതും എല്ലാമാകും അടുത്ത വരുന്ന ചിത്രത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇതുകൊണ്ടായിരിക്കാം അടുത്ത ചിത്രത്തിന് ദി റാംപേജ് എന്ന പേര് തന്നെ കൊടുത്തുകൊണ്ട് ഈ ചിത്രത്തിനെക്കാട്ടിലും കുറച്ച് ഡാർക്ക് ആയിട്ടെല്ലാം അതിന്റെ ടൈറ്റിലെല്ലാം കാണിച്ചു പോയത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. OTT വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിലുകൾ വരെ കണ്ടെത്താൻ
കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അതുവരെ ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.